കൊച്ചി പെട്രോനെറ്റ് LNGക്ക് കഴിഞ്ഞ വർഷം 400 കോടിയുടെ നഷ്ടമുണ്ടായെന്ന് MD AK ബല്യാൻ. നഷ്ടം സഹിച്ച് എത്ര നാൾ മുന്നോട്ട് പോകാനാകുമെന്ന് പറയാനാകില്ല. എന്നാൽ പദ്ധതി ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ലെന്നും ബല്യാൻ എറണാകുളം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പറഞ്ഞു. ഒരു ദശാബ്ദം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 1.5 വർഷം മുൻപാണ് പുതുവൈപ്പിൽ പെട്രോനെറ്റ് LNG കമ്മീഷൻ ചെയ്തത്. കേരളത്തിൻ്റെ വ്യാവസായിക വളർച്ചയ്ക്ക് ഏറെ മുതൽക്കൂട്ടാവുമെന്ന പ്രതീക്ഷയിൽ തുടങ്ങിയ LNG ടെർമിനലിൽ സ്ഥാപക ശേഷിയുടെ 5% പോലും ഇപ്പോഴും ഉപയോഗിക്കുന്നില്ല. അതിനാൽ തന്നെ 400 കോടിയോളം രൂപയാണ് നഷ്ടമുണ്ടായതെന്ന് പെട്രോനെറ്റ് LNG MD AK ബല്യാൻ പറഞ്ഞു. ദീർഘകാല പദ്ധതിയായാണ് കൊച്ചി പെട്രോനെറ്റ് LNG വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നതിനാൽ പദ്ധതി ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ലെന്നും AK ബല്യാൻ പറഞ്ഞു. On a ballpark figure, if you have seen our annual results, about 400 crores is the annual loss to Petronet. Commercially, we will have to see how long we can sustain this, and that's a question that we'll have to work out and see, and that's why we have started doing some other activities there to sustain that. We are here for long term and to see that the benefits are given to this part of the country very much. Closing this would be a very drastic thing. I think it would be a very sorry state of affairs for the people. നഗരത്തിൽ സ്ഥാപിക്കുന്ന പൈപ്പ് ലൈൻ വഴി പ്രകൃതിവാതകം നൽകാൻ കഴിയുന്ന പദ്ധതിയാണിത്. എന്നാൽ ഇക്കാര്യത്തിൽ സർക്കാർ മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുന്നുവെന്നും വികസന കാര്യത്തിൽ സർക്കാർ രാഷ്ട്രീയം മാറ്റിവെക്കണമെന്നും AK ബല്യാൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.